നമസ്കാരം. NCERT ബയോളജിയിലെ പ്രത്യുൽപാദനം മനുഷ്യനിൽ അഥവാ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻസ്ട്രൽ സൈക്കിൾ അഥവാ ആർത്തവ ചക്രത്തെക്കുറിച്ചാണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അതുകൂടെ കാണുക. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഈ ആർത്തവ ചക്രം അഥവാ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ്. അതായത് പ്രത്യുൽപാദന ചക്രമാണ്. അത് പെൺ പ്രൈമേറ്റുകളിലാണ് നടക്കുന്നത്. അതായത് കുരങ്ങുകള്, വാലില്ല കുരങ്ങുകള്, മനുഷ്യർ ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള പെൺ പ്രൈമേറ്റുകളിൽ നടക്കുന്ന പ്രത്യുൽപാദന ചക്രമാണ് ആർത്തവ ചക്രം അഥവാ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാവുന്നതോടുകൂടിയാണ് ആർത്തവ ചക്രം തുടങ്ങുന്നത്. പ്രായപൂർത്തിയാവുമ്പോഴുണ്ടാകുന്ന ആദ്യത്തെ ആർത്തവത്തെയാണ് നമ്മൾ ആർത്തവ ആരംഭം അല്ലെങ്കിൽ മെനാർക്ക് എന്ന് പറയുന്നത്. സ്ത്രീകളില് ആർത്തവം ആവർത്തിക്കുന്നത് 28 അല്ലെങ്കിൽ 29 ദിവസം വരെയുള്ള ഇടവേളകളിലാണ്. ഒരു ആർത്തവം മുതൽ അടുത്ത ആർത്തവം വരെ കുറെ ചാക്രികമായ മാറ്റങ്ങൾ നടക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ചാക്രികമായിട്ടുള്ള ഈ മാറ്റങ്ങളെയാണ് ആർത്തവ ചക്രം അഥവാ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓരോ ആർത്തവ ചക്രത്തിന്റെയും മധ്യേ അണ്ഡം ഉത്സർജിക്കപ്പെടും. അതായത് ഓവുലേഷൻ നടക്കും. ആർത്തവ ചക്രം ആരംഭിക്കുന്നത് ഏകദേശം 3 മുതൽ 5 വരെ നീണ്ടു നിൽക്കുന്ന രക്തസ്രാവത്തോടു കൂടിയാണ്. അതായത് ഇവിടെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രീകരണത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ 3 മുതൽ 5 വരെയുള്ള ദിവസം അതിനെയാണ് ആർത്തവം അല്ലെങ്കിൽ ആർത്തവ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് ഈ മെൻസ്ട്രൽ സൈക്കിളിൽ നടന്നുള്ള വിവിധ ഘട്ടങ്ങളിലേക്കാണ്. ഈ ചിത്രീകരണത്തിൽ അത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ 3 മുതൽ 5 വരെ ദിവസം നീണ്ടു നിൽക്കുന്ന ആർത്തവ രക്തസ്രാവം നടക്കുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ ആർത്തവ ഘട്ടം എന്ന് പറയുന്നത്. ഗർഭാശയത്തിലെ ഗർഭാശയ ആന്തരപാളി അഥവാ എൻഡോമെട്രിയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ യൂട്രസിന്റെ ഡിഫറെന്റ് ലെയേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവർ മറക്കാതെ അതുകൂടി കാണുക. അപ്പൊ ഏറ്റവും ഉള്ളിലുള്ള ലെയറിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ ഗർഭാശയ ആന്തരപാളിയും അതിലെ രക്തക്കുഴലുകളും അങ്ങ് പൊട്ടും. അങ്ങനെ പൊട്ടിയിട്ട് രക്തം ഉൾപ്പെടെയുള്ള മറ്റ് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ദ്രാവകം പുറത്തേക്ക് വരും. യോനി വഴി പുറത്തേക്ക് വരും. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത്. ഉത്സർജിക്കപ്പെട്ടിട്ടുള്ള അണ്ഡം ബീജസംയോഗത്തിന് വിധേയമാവുന്നില്ല എങ്കിൽ മാത്രമാണ് ആർത്തവം ഉണ്ടാവുന്നത്. ആർത്തവം ഇല്ലാത്ത ഒരവസ്ഥയെ നമുക്ക് ഗർഭധാരണത്തിന്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എന്നാൽ ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ആയാലും ആർത്തവം ഇല്ലാതെ ഇരിക്കാം. ഈ ആർത്തവ ഘട്ടം കഴിഞ്ഞാലുള്ള അടുത്ത ഘട്ടത്തിനെയാണ് പ്രോലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ പ്രജനന ഘട്ടം എന്ന് പറയുന്നത്. ഈ ചിത്രീകരണത്തിൽ നോക്കുക. ഇവിടെ പ്രജനന ഘട്ടം കൊടുത്തിട്ടുണ്ട്. ഈ ഘട്ടത്തില് അണ്ഡാശയത്തിൽ എന്ത് മാറ്റം സംഭവിക്കും? അണ്ഡാശയത്തിലെ പ്രാഥമിക പുടകങ്ങൾ വളർന്ന് ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്നു. ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ യൂട്രസ് അഥവാ ഗർഭാശയത്തിന്റെ ഉള്ളില് കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഗർഭാശയത്തിന്റെ ആന്തരപാളിയിൽ സെൽ ഡിവിഷൻ നടക്കും, കോശപ്രജനനം നടക്കും. അങ്ങനെ കുറേ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടായി ഈ ഗർഭാശയ ആന്തരപാളി പുനർനിർമ്മിക്കപ്പെടുന്നു. ഇതിൽ കുറേ ഹോർമോൺസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മളെ പീയൂഷ ഗ്രന്ഥി ഉണ്ടല്ലോ, ഈ പീയൂഷ ഗ്രന്ഥിയും ഗർഭാശയവും സ്രവിക്കുന്ന ഹോർമോണുകളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അണ്ഡാശയത്തിലും ഗർഭാശയത്തിലും ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെയൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. പ്രജനനഘട്ടത്തില് 2 ഹോർമോൺസ് ആണ് പീയൂഷ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒന്ന് LH, രണ്ടാമത്തത് FSH. LH എന്ന് പറഞ്ഞാല് ല്യൂട്ടിനൈസിങ് ഹോർമോൺ. FSH എന്ന് പറഞ്ഞാല് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതിന്റെ മലയാളമാണ് പുടക ഉത്തേജക ഹോർമോൺ.
ഈ രണ്ടെണ്ണത്തിന്റെയും അളവ് അങ്ങ് വർദ്ധിക്കും. ഏതില്? പ്രോലിഫറേറ്റീവ് ഫേസില്. കാണുന്നുണ്ടല്ലോ, ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ ആദ്യത്തെ ആർത്തവ ഘട്ടത്തില് ഇതിന്റെ രണ്ടിന്റെയും അളവ് വളരെ കുറവായിരുന്നു. കണ്ടില്ലേ? ഈ ഒരു പിക്ചറിൽ ബ്ലൂ കളറിൽ LH കൊടുത്തിട്ടുണ്ട്, അതുപോലെ പിങ്ക് കളറിൽ FSH കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന FSH LHന്റെ അളവ് ഏകദേശം 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും തീരെ കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് കൂടാൻ തുടങ്ങുന്നു. അങ്ങനെ ഏകദേശം ഒരു 13 ഒക്കെ ആവുമ്പോഴേക്കും അത് കൂടി വരികയാണ്. അങ്ങനെ 14ാമത്തെ ദിവസം ഈ ഹോർമോണിന്റെ അളവ് വളരെ വളരെ കൂടുതലാണ്. അങ്ങ് റോക്കറ്റ് കുതിക്കുന്നത് പോലെ ഇതിന്റെ അളവ് അങ്ങ് കുതിച്ചു പോവുകയാണ്. കണ്ടില്ലേ? ഇങ്ങനെ ഇതിന്റെ രണ്ടിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗ്രാഫിയൻ ഫോളിക്കിളില്ലേ, ഗ്രാഫിയൻ പുടകം അതങ്ങ് പൊട്ടും. അങ്ങനെ പൊട്ടിയിട്ട് അണ്ടോത്സർജനം, അണ്ടം പുറത്തേക്ക് വരും. അതിനെയാണ് അണ്ടോത്സർജനം എന്ന് പറയുന്നത്. അത് നടക്കും. അതായത് ഓവുലേഷൻ നടക്കുന്നു. ഓർക്കുക, ഏകദേശം 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ അഥവാ അണ്ടോത്സർജനം നടക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഘട്ടം, അതായത് ഈ പ്രൊലിഫറേറ്റീവ് ഫേസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഘട്ടമാണ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഗ്രാഫിയൻ ഫോളിക്കിളിന് അവശേഷിക്കുന്ന ഭാഗം ഒരു പ്രത്യേക എൻഡോക്രൈൻ സ്ട്രക്ചർ ആയിട്ട് മാറും. എന്താ എൻഡോക്രൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? അത് ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ഈ സ്ട്രക്ചറിന്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോജെസ്റ്ററോൺ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോണിന്റെ പേരാണ് പ്രോജെസ്റ്ററോൺ. ഗർഭാശയ ആന്തരപാളിയെ പരിപാലിക്കുക, അതായത് നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജെസ്റ്ററോണിന്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഓവുലേഷൻ നടന്നിട്ട് ഈ എഗ്ഗ് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എവിടെ? ഫലോപ്പിയൻ ട്യൂബ്യൂളിൽ പോയി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ യൂട്രസിൽ ഈ ചേഞ്ചസ് ഒക്കെ നടന്ന് ഈ പ്രോജെസ്റ്ററോൺ ഇതിനെ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? ഈ ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസംയോഗം നടന്നിട്ട് ഉണ്ടാകുന്ന ആ ഒരു സൈഗോട്ട് ഉണ്ടല്ലോ, അതിനെ പരിപാലിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഒരു യൂട്രസ് ഇപ്പോൾ. ഈ പ്രോജെസ്റ്ററോൺ ഉണ്ടല്ലോ, പ്രോജെസ്റ്ററോൺ ഇങ്ങനെ ഗർഭാശയ ആന്തരപാളിയൊക്കെ സംരക്ഷിച്ച് അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഗർഭാശയ ആന്തരപാളി ബീജസംയോഗം നടന്ന അണ്ടത്തെ ഉള്ളിൽ ഉറപ്പിക്കുന്നതിനും അതുപോലെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മറ്റ് പ്രവർത്തനങ്ങളൊക്കെ സുഗമമാക്കുന്നതിനും അത്യാവശ്യമാണ്. ഗർഭാവസ്ഥയിൽ ആർത്തവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രക്രിയകളും അങ്ങ് നിലയ്ക്കും. അങ്ങനെ ആർത്തവമില്ലാത്ത ഒരു അവസ്ഥയുണ്ടാവും. എന്നാല് ഈ ബീജസംയോഗം നടന്നില്ല എന്ന് വിചാരിക്കുക. ബീജസംയോഗം നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബീജസംയോഗം നടക്കാത്ത ഘട്ടത്തില് കോർപ്പസ് ലൂട്ടിയം അങ്ങ് ഇല്ലാണ്ടായി പോവും, ഡീജനറേറ്റ് ചെയ്ത് പോവും. ബീജസംയോഗത്തിന്റെ അഭാവത്തില് ഈ എൻഡോമെട്രിയം അഥവാ ഗർഭാശയാന്തരപാളി ഡീജനറേറ്റ് ചെയ്ത് പോവും. കോർപ്പസ് ലൂട്ടിയം പോയി കഴിഞ്ഞാൽ പ്രോജെസ്റ്ററോൺ ഇല്ല. പ്രോജെസ്റ്ററോൺ അപ്പൊ ഇതിന് സംരക്ഷിക്കാനില്ലാതെ വരുമ്പം ഇതും അങ്ങ് ഡീജനറേറ്റ് ചെയ്ത് പോവും, ഇല്ലാണ്ടായി പോവും. ഏത്? ഗർഭാശയാന്തരപാളി. അങ്ങനെ ഗർഭാശയാന്തരപാളി പൊട്ടുന്നതിന്റെ ഫലമായിട്ട് എന്താവും? ഈ രക്തമൊക്കെ അടങ്ങിയിട്ടുള്ള ദ്രാവകം യോനി വഴി പുറത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആർത്തവം ഉണ്ടാവുന്നത്. അതിനുശേഷം പുതിയ ഒരു ചക്രം ആരംഭിക്കുന്നു. മനുഷ്യരിൽ ആർത്തവം പൂർണ്ണമായി നിലയ്ക്കുന്നത് ഏകദേശം 50 വയസ്സിനോട് അടുത്തിട്ടുള്ള ഒരു പ്രായത്തിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുന്നത്. ചാക്രികമായി ഇങ്ങനെ നടക്കുന്ന ആർത്തവം ഒരു സാധാരണ പ്രത്യുൽപാദന ഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ മനസ്സിലായല്ലോ. ഇനി ബാക്കിയുള്ള പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതായിരിക്കും. താങ്ക്